ഈ ഒരു വീഡിയോ നമ്മുടെ മിനിയേച്ചർ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് മെസ്സേജ് അയക്കുന്നവർ ചോദിക്കാറുണ്ട്, സാധാ ബാൽസമാണോ മിനിയേച്ചർ ബാൽസം എന്ന് പറയുന്നതെന്ന്. അപ്പോൾ അത്തരം സംശയങ്ങൾക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മിനിയേച്ചർ ബാൽസം എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഓരോന്നായി കാണിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിനിയേച്ചറിൻ്റെ കാര്യത്തിൽ കളർ സെലക്ഷൻ ഇല്ലേ, നമ്മൾ കളേഴ്സ് കാണിക്കുന്നത് ഏതൊക്കെ കളേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് 2 കോംബോ ആയിട്ടാണ് നമ്മൾ മിനിയേച്ചർ ബാൽസം സെറ്റ് ചെയ്യുന്നത്. 5 കളേഴ്സിൻ്റെ കോംബോയും 10 കളേഴ്സിൻ്റെ കോംബോയും ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 കളേഴ്സിൻ്റെ കോംബോയ്ക്കകത്ത് ഒരു സ്റ്റാർ ടൈപ്പ് ബാൽസം ഇൻക്ലൂഡ് ആയിരിക്കും. 10 കളേഴ്സിനകത്ത് 2 എണ്ണം ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ. ഇതൊരു നല്ല ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ. ഇതൊരു പീച്ചിനകത്ത് വൈറ്റ് വരുന്നതാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ ബാൽസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നവർക്ക് മനസ്സിലാകില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നല്ല കളേഴ്സാണ് കേട്ടോ. ഇതൊരു നല്ല പീച്ച് കളറാണ് കേട്ടോ. വീഡിയോയിൽ ഒരു ഓറഞ്ചായിട്ട് തോന്നുന്നതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പീച്ച് കളറാണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വന്നിട്ടുള്ള റെയർ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ, നമുക്കിത് പ്ലാന്റ് ആയിട്ടില്ല. ഇത് ഒരു ഡാർക്ക് പിങ്കിനകത്തൊരു വൈറ്റ് വരുന്നത്, പിന്നെ റെഡിനകത്ത് വൈറ്റ് ഒക്കെ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലൊരു വയലറ്റും വൈറ്റും സ്റ്റാർ ബാൽസം ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്ലവർ ഇപ്പോൾ പോയി നിൽക്കുകയാണ്, എന്നാലും നമ്മൾ പുതിയ വച്ച് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കട്ടിങ്സിന് വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുന്ന പ്ലാന്റ്സാണ്. നമ്മളിത് ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റ്സിൽ നിന്നായിരിക്കും കട്ടിങ്സ് അയക്കുന്നത്. കാരണം നമ്മൾ അയക്കുന്ന കട്ടിങ്സ് നിങ്ങൾക്ക് പിടിച്ച് കിട്ടാനായിട്ടാണല്ലോ നമ്മൾ അയക്കുന്നത്. കൊണ്ട് ഏറ്റവും നല്ലതായിട്ടുള്ള തണ്ടിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് അയക്കുന്നത്. ചില പ്ലാന്റ്സിൻ്റെ തണ്ടൊക്കെ നേർത്തതാണ് കേട്ടോ. അത് ആ ഒരു ഐറ്റത്തിൻ്റെ ആ ഒരു തണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ചെറിയ തണ്ട് വരുന്നത്. ഇതൊക്കെ ഒരു ഡാർക്ക് റെഡാണ് കേട്ടോ. ഇതിൻ്റെ തണ്ട് കണ്ടല്ലോ, ചെറിയ തണ്ടാണ്. എന്നാലും അവിടെ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നതുണ്ടോ, ഇതുപോലെ മാക്സിമം നമ്മൾ കട്ടിയുള്ള തണ്ടുകളായിരിക്കും കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളത് കേട്ടോ. ചില അവസരങ്ങളിൽ ചെറിയ തണ്ടുകൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും അങ്ങനെ ചെറിയ തണ്ടുകൾ വരുന്നത് കേട്ടോ. കൂടുതലും നമ്മൾ മാക്സിമം നല്ല തണ്ടുകൾ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. നമ്മളും ചെറിയ തണ്ടുകളിൽ നിന്നാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. കുറച്ചൊക്കെ നമ്മൾ ഹാങ്ങിങ്ങിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഫ്രഷായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ പൂക്കൾ പോയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഫ്ലവറായി വന്നാൽ മാത്രമേ നമുക്കിത് ഏത് കളറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഫ്ലവർ കണ്ട് മാത്രമാണ് കോംബോയിൽ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് വയ്ക്കുന്നത്. ഒരിക്കലും നമ്മൾ പൂക്കാത്തൊരു പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ടിങ്സ് വയ്ക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ആവുമെന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതലും പൂത്ത തണ്ടുകളിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് അയക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വയലറ്റും വൈറ്റും ഒരു സ്റ്റാർ ബാൽസം കേട്ടോ. പിന്നെ ഇതൊക്കെ പൂക്കൾ പോയി നിൽക്കുന്നതാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടായിരുന്നു, ഇപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കളേഴ്സ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പൂക്കളെ കാണിച്ചു കൊണ്ടൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഒപ്പം നമ്മൾ കട്ടിങ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കാനായിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പുതിയ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമ്മളിപ്പോൾ പോട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൽ നിന്നൊന്നും നമുക്ക് കട്ടിങ്സ് എടുക്കാറായിട്ടില്ല. കാരണം ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ തണ്ടൊക്കെ നേർത്ത് നിൽക്കുന്നതേ ഉള്ളൂ, കുറച്ചുകൂടി ഒന്ന് ആകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഇരിക്കുന്ന പ്ലാന്റ്സിനകത്ത് നല്ലൊരു റെഡിനകത്ത് വൈറ്റൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ചെന്താ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു മാസം കൂടിയൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് കുറച്ചുകൂടെ ഒന്നാകും. അന്നേരം വീഡിയോയിൽ കുറച്ചുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെയും സെറ്റ് ചെയ്യാം എന്നുള്ളതിനൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നതാണ്. നിറയെ ഇപ്പോൾ തന്നെ ചെറിയ തണ്ടിൽ നിന്നൊക്കെ ഒരുപാട് ഫ്ലവർ ആയി വന്ന് നിൽപ്പുണ്ട്. ഇത് നോക്കൂ, നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഒരു
തണ്ടിയിൽ നിന്ന് തന്നെ ചട്ടി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ. എന്താ നമ്മുടെ കണ്ണിൽ പോലും അതിൻ്റെ ഒരു കളറ് നമുക്ക് എന്താ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്കും സൂപ്പറായിട്ടൊരു കളറാണ് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് ആൻഡ് വൈറ്റിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റ് കേട്ടോ. അതിനേക്കാളും ഡാർക്ക് റെഡാണ്. ഇത് നമ്മുടെ ചട്ടി വലിച്ച് തൂക്കിയപ്പോൾ ഒരു ചട്ടിയുടെ ക്ലിപ്പൊന്ന് പൊട്ടിപ്പോയി. ഇത് നോക്കൂ, ഇത് ഒറ്റ തണ്ടിയിൽ നിന്നുള്ളതാണ്. എന്നിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ പ്ലാന്റ് ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നേരത്തെ കാണിച്ച റെഡ് ആൻഡ് വൈറ്റിനേക്കാളും ഡാർക്ക് റെഡാണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതിൻ്റെ കളർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല കളറാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ന്യൂ ഷെയ്ഡാണ്, ഈ ഒരു ലൈറ്റ് പിങ്ക് കേട്ടോ. ഞാൻ പറയുന്ന കളർ കറക്റ്റാണോ എന്നറിയില്ല, അത് എന്തായാലും കണ്ടോളൂ കേട്ടോ. ഇതൊക്കെയാണ് നമ്മളിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മളിത് നിരയായിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പുതിയ കളർ പെറ്റൂണിയ ആണ് കേട്ടോ. പെറ്റൂണിയ നമുക്കിപ്പോൾ അങ്ങോട്ട് സെറ്റായി വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പെറ്റൂണിയനെ അങ്ങ് പതിയെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കട്ടിങ്സിൻ്റെ സൈസ് ഇതിൽ നിന്ന് എടുക്കാറായിട്ടില്ല, പുതിയ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതാണ് കേട്ടോ അത്. ഇത്രയ്ക്ക് നേരത്തെ തണ്ടുകൾ അയച്ചാൽ അത് പിടിച്ച് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമ്മൾ കട്ടിങ്സിനെ ഇപ്പോൾ എടുക്കില്ല എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കുറച്ചുകൂടെ വലിയ ഫ്ലവർ വരുന്നത് കൊണ്ട് കേട്ടോ. ഇതൊരു വലിയ ഫ്ലവർ വരുന്ന ടൈപ്പ് വെറൈറ്റിയാണിത്. മിനിയേച്ചറിലെ വലിയ ഫ്ലവർ ടൈപ്പ് വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഞാൻ നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ 5 കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ മെയിനായിട്ട് കൊടുക്കുന്നത്. അതിനുള്ള ഫ്ലവറേ നമുക്കിപ്പോൾ വിരിഞ്ഞ് നിൽപ്പുള്ള കേട്ടോ. അതുകൊണ്ട് നമ്മൾ 5 കളേഴ്സിൻ്റെ കോംബോയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വേണ്ടവർ വാട്സപ്പിലെ നമ്പർ മെസ്സേജ് ചെയ്യാം കേട്ടോ, നമ്പർ കൊടുത്തേക്കാം. 5 കളേഴ്സിൻ്റെ കോംബോ വരുന്നത് 100 രൂപയാണ് കേട്ടോ. പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ്, 80 രൂപ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മിനിയേച്ചറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കളറൊക്കെ ഇതിൽ നിന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം കേട്ടോ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട്. 5 കളേഴ്സിൻ്റെ കോംബോയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്.